മിനിസ്റ്റർ എം ലിജു നമ്മോടൊപ്പം ചെയ്യുന്നു. മിനിസ്റ്റർ, ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള ഒരു കേസിൽ അധികാരവർഗത്തിന് എത്രത്തോളം അട്ടിമറിക്കാൻ കഴിയുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾ കൂടിയായിരുന്നു ഈ ഗൺമാന്മാരുടെ മർദ്ദനം. ഇപ്പോൾ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടുന്നു, SIT അന്വേഷണം അതിന്റെ റൂട്ടിലേക്ക് കയറുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? കേസിലെ സ്വാഭാവിക നീതിയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള സസ്പെൻഷൻ. സമൂഹത്തിന്റെ മുമ്പിലിട്ട് ഒട്ടും ആനുപാതികമല്ലാത്ത രീതിയിൽ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച കുട്ടികളെ ഭീകരമായി മർദ്ദിക്കുക, അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പബ്ലിക് ഡൊമൈൻ ഉൾപ്പെടെ ലഭ്യമാവുക, എന്നിട്ടും അന്വേഷിക്കുന്ന പോലീസ് പറയുന്ന ഒരു തെളിവില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് അക്രമവും നടത്താം, എത്ര കുറ്റവാളികളെ ഏത് കുറ്റവാളിയെ സംരക്ഷിക്കാം എന്നതായിരുന്നു ഈ കേസിലെ ഒരു സ്ഥിതി. കോടതികളുടെ ഇടപെടൽ കൊണ്ടാണ് കുറെയെങ്കിലും നീതി ലഭിച്ചത്. ഇപ്പോൾ ഐക്യജനാധിപത്യത്തിനുള്ള ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ പുനരന്വേഷണം നടന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അന്വേഷിച്ച് സത്യസന്ധമായ റിപ്പോർട്ട് നൽകി. സത്യസന്ധമായ റിപ്പോർട്ട് നൽകുക എന്നതൊരു സ്വാഭാവികമായ കാര്യമാണ്. കാരണം തെളിവില്ലാത്തൊരു കാര്യമല്ല, ആരോപണമല്ല, കാണുകയാണ്. പോലീസിനെ ഒരു കരിങ്കൊടി കാണിക്കുന്നു, മുഖ്യമന്ത്രി കടന്നു പോകുന്നു, പിന്നീട് പുറകെ ഇറങ്ങി വരുന്ന ഒരു ഗുണ്ടകളെ പോലെ കുട്ടികളെ, ചെറുപ്പക്കാരായിരിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ അവർക്ക് ക്ഷതമുണ്ടാകുന്ന തരത്തിൽ അവരുടെ തലയും ശരീരവും അടിച്ചു തകർക്കുന്നു, ക്രിമിനലുകളെ പോലെ, ഗുണ്ടകൾ ചെയ്യുന്നത് പോലെ. എന്നിട്ട് അവർ ചുമ്മാ ഇറങ്ങി നടക്കുന്നു, ഒരു നടപടിയില്ല. അപ്പോൾ സ്വാഭാവിക നീതിയാണ് ഇന്നുണ്ടായതെന്ന് കരുതുന്നത്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതികളായിരിക്കുന്ന പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരായിരിക്കുന്നവർക്ക് സസ്പെൻഷൻ നടപടി സ്വീകരിക്കും. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് നടന്നിരിക്കുന്നത്. ഈ ക്രൈം ഓഫ് ഒക്യുറൻസിൽ ഇവർക്ക് പങ്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഇത്തരത്തിലൊരു ദൃശ്യങ്ങളടക്കം പബ്ലിക് ഡൊമൈനിൽ ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ഉന്നത ഇടപെടൽ കൂടി ഈ പറഞ്ഞ പരാതിക്കാർ ഉന്നയിച്ചിരുന്നു. അതിലേക്ക് കൂടി അന്വേഷിക്കട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ സർക്കാരിന് പെരുമാറാൻ സാധിക്കുള്ളൂ. അല്ലെ നമുക്ക് മറ്റു പറയാൻ സാധിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഒരു വരുന്നതിന് ശേഷം തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എക്സൈസ് മന്ത്രി എം ലിജു ആണ് ഘട്ടത്തിൽ സംസാരിച്ചത്. എന്തായാലും ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഏറ്റവും സജീവ ചർച്ചയായ മുൻ മുഖ്യമന്ത്രി ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. SIT അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെയുണ്ടായ ഏറ്റവും ശക്തമായ നടപടികളിൽ ഒന്നാണ് ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.